സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി വൻ ലഹരിവേട്ട. തിരുവനന്തപുരത്തും കോഴിക്കോടും MDMA കടത്താൻ ശ്രമിച്ച സംഘത്തെ ഡാൻസ് ഓഫ് പിടികൂടി. പാലക്കാട് ഒറ്റപ്പാലത്ത് മെത്താഫിറ്റിനുമായി 24-കാരൻ പിടിയിൽ. മലപ്പുറം കോട്ടപ്പുറത്ത് മദ്യലഹരിയിൽ യുവാവ് ബന്ധുക്കളെ കുത്തി പരിക്കേൽപ്പിച്ചു. തിരുവനന്തപുരത്ത് KSRTC ബസ്സിൽ MDMA കടത്താൻ ശ്രമിച്ച യുവതിയടക്കമുള്ള സംഘത്തെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെയാണ് ആറ്റിങ്ങൽ ബസ് സ്റ്റേഷനിൽ വെച്ച് ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. സംഭവത്തിൽ ചിറയൻകീഴ് സ്വദേശി സുമേഷ്, കഠിനംകുളം സ്വദേശി വിപിൻ, പാലക്കാട് സ്വദേശി അഞ്ജു എന്നിവർ പിടിയിലായി. കോഴിക്കോട് ഗോവിന്ദപുരത്ത് 12.5 ഗ്രാം MDMAയുമായി 2 പേർ പിടിയിലായി. പൊക്കുന്ന് സ്വദേശി അരുൺകുമാർ, കുതിരവട്ടം സ്വദേശി റിജുൽ എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടിയത്. താമരശ്ശേരി പുതുപ്പാടിയിൽ ലഹരി വിരുദ്ധ സമിതി പ്രവർത്തകരെ കണ്ടു പേടിച്ച് യുവാക്കൾ MDMA ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ലഹരി വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ സുഹൃത്തുക്കളായ യുവാക്കളാണ് രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. മാരക മയക്കുമരുന്നായ മെത്താഫിറ്റാമിനുമായി ബംഗളൂരുവിൽ നിന്ന് ട്രെയിൻ മാർഗം ഒറ്റപ്പാലത്തെത്തിയ 23-കാരൻ മുഹമ്മദ് ഹവാസ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായി. മലപ്പുറം കൊണ്ടോട്ടി കോട്ടപ്പുറത്ത് മദ്യലഹരിയിൽ യുവാവ് അമ്മാവന്മാരെ ആക്രമിച്ചു. കുപ്പി പൊട്ടിച്ചുള്ള കുത്തേറ്റ് നൌഫൽ, ബീരാൻകുട്ടി എന്നിവർക്ക് പരിക്കേറ്റു. കോട്ടപ്പുറം സ്വദേശി സാക്കറാണ് ഇന്നലെ രാത്രി ഇരുവരെയും ആക്രമിച്ചത്. കണ്ണൂർ മാങ്ങാട്ടിടത്ത് 2.3 കിലോ കഞ്ചാവുമായി കുറുമ്പുക്കൽ സ്വദേശി മുക്താറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.